ഈ ഒരു നെക്ക് ഷേപ്പാണ് ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനൊരു 3 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും ഞാൻ എടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനൊരു ബോക്സ് ആയിട്ട് വരയ്ക്കണം. ഈ വശം ഫോൾഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആദ്യം ഈ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്ത് ഇത് ഫോൾഡിലാണ്, അതിന് ഈ വശത്ത് 6 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുക. മിഡ് പോയിൻ്റ് 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ 3 ഇഞ്ചാണ് അതിൻ്റെ മിഡ് പോയിൻ്റ് വരുന്നത്. ഇനി ഈ മിഡ് പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കണം. അതിന് ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ടേപ്പ് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടേക്ക് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് മിഡ് പോയിൻ്റ് കിട്ടും. ഇനി ആ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. നമ്മൾ ഈ ബോക്സ് ഇവിടെ വിഡ്ത്തിൻ്റെ ഈ ഒരു പോയിൻ്റ് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഈ മിഡ് പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഫ്രഞ്ച് കർവ് വയ്ക്കുക. അത് ആ കറക്റ്റ് അവിടെ വരണം. അതായത് ഫ്രഞ്ച് കർവ് ഈ ഒരു നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ മുട്ടണം. ഈ ഒരു മിഡ് പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തതിൻ്റെ അവിടെയും ആ റൗണ്ട് ഷേപ്പിലേക്ക് വരുന്ന തരത്തിൽ കറക്റ്റ് അത് മാച്ച് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഈ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക ഇങ്ങോട്ട്, ഈ ഫ്രഞ്ച് കർവിൻ്റെ ഇങ്ങോട്ട്. ഇത് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ കിട്ടും 1.5 ഇഞ്ച് കിട്ടും. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ഫ്രഞ്ച് കർവ് ഇങ്ങനെ വെച്ചിട്ട് ഈ 1.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തണം. നിർത്തിയിട്ട് ഫ്രഞ്ച് കർവ് തിരിച്ച് പിടിക്കണം. തിരിച്ച് പിടിച്ചിട്ട് ഈ ഷേപ്പ് ഇങ്ങനെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മുടെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ലെങ്ത്തിൻ്റെ ഈ ഒരു പോയിൻ്റ് ഫോൾഡിൽ വരുന്ന ഭാഗം അവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഷേപ്പ് ഇങ്ങനെ കൊടുക്കണം. അതിൽ സ്മൂത്തായിട്ട് കൊടുക്കണമെങ്കിൽ സ്മൂത്തായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കേർവായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ സ്മൂത്തായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മളിങ്ങനെ ഫ്രഞ്ച് കർവ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് എങ്ങനെയാണ് കറക്റ്റ് വരുന്നതെന്നുള്ളത് മാർക്ക് ചെയ്യുക. കാരണം ഇവിടെ വന്ന് നിൽക്കണം ഈ പോയിൻ്റ്, ഈ ഒരു കേർവ് ഈ സ്ഥലത്ത് വന്ന് നിൽക്കണം. ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും.